iOS 26 അപ്ഡേറ്റിൽ ഐഫോൺ കൊണ്ടുവന്ന 5 കിടിലൻ ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ഒന്നാമത് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഫയൽസിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു MP3 ഫയൽ സെലക്ട് ചെയ്ത് ഈ കാണുന്ന പോലെ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആസ് റിംഗ് ടോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏത് MP3 ഫയൽ ആയാലും റിംഗ് ടോൺ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ടാമത് വെച്ചാൽ നിങ്ങളുടെ ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ഈ കാണുന്ന മുകളിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ നിങ്ങളുടെ ഫോട്ടോയും 3D എഫക്റ്റിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. മൂന്നാമത് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ സെറ്റിംഗ്സിൽ ചെന്നിട്ട് ബാറ്ററി സെലക്ട് ചെയ്യുക. അതിൽ ഏറ്റവും അടിയിലേക്ക് വരുമ്പോൾ പവർ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന അഡാപ്റ്റീവ് പവർ മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിക്ക് കുറച്ചും കൂടി ലൈഫ് കിട്ടുന്ന ഒരു പെർഫോമൻസ് അതിൽ കിട്ടും കേട്ടോ. ഫോർത്ത് വൺ, നിങ്ങളുടെ ഫോണിൽ സെൻറ്ററിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന മുകളിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ കസ്റ്റമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടിയിൽ കാണുന്ന ക്ലിയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണും ഈ കാണുന്ന പോലെ ക്ലിയർ ടൈപ്പിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അഞ്ചാമത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പർ സെലക്ട് ചെയ്ത് ഈ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാൾപേപ്പറും ഈ കാണുന്ന പോലെ 3D എഫക്റ്റിലേക്ക് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടൈമിൻ്റെ ഈ ബട്ടണൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഐഫോൺ യൂസ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കാൻ പറഞ്ഞേക്ക് കേട്ടോ.